ഹലോ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് ബൺ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് മൈദ അരിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. 1/2 സ്പൂൺ ഉപ്പിട്ടു. ഈസ്റ്റ് ഞാൻ പൊങ്ങാൻ വെച്ചിരുന്നു. 1 സ്പൂൺ ഈസ്റ്റ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് വെക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ അത് നല്ല പൊങ്ങി വരും. ആ ഈസ്റ്റാണ് ഈ മൈദയിലേക്ക് ഇപ്പോൾ ഒഴിച്ചത്. 1 സ്പൂൺ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് 1 സ്പൂൺ തൈരും കൂടി ഒഴിക്കാം. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു ഇഡലിപ്പരുവം പോലെ ആക്കിയെടുക്കണം. വെള്ളം പോരെങ്കിൽ ഇത്തിരി ചൂടുവെള്ളവും കൂടി ഒഴിക്കാം. എല്ലാം കൂടി ഒഴിച്ച് കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് ഇത്തിരി ഓയിലും തടവി പൊങ്ങാൻ വെക്കണം. പൊടി കുഴയാൻ പാകത്തിന് ചെറു ചൂടുവെള്ളം ഒഴിക്കാം. അതൊരു 2 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല പൊങ്ങി പാകമാകും. ആ പാത്രത്തിൽ തന്നെ മൂടി വെച്ചാൽ മതി. അതൊരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ അതിൽ മേലെ ഒന്ന് തടവിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇനി വേണ്ട ഗ്രേവി ഉണ്ടാക്കാം. 1 നോൺ സ്റ്റിക്ക് പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഒഴിച്ചാലും കുഴപ്പമില്ല. അത് ഒഴിച്ചിട്ട് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത് വഴറ്റാനിടാം. അതിലേക്ക് 2 പച്ചമുളകും ചേർത്ത് ഇത് വഴറ്റാനിടാം. പാകത്തിന് ഉപ്പ് 1/2 സ്പൂൺ ഉപ്പിട്ടാൽ മതി. സവാള വഴന്നൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും ബീഫ് 1 കപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ബീഫ് മിക്സ് ചെയ്ത് വെച്ചത് കൂടെ ഇതിലേക്ക് ബീഫ് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്താണ് ഞാൻ. ഇത് കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിലേക്കിട്ട് വീണ്ടും ഇളക്കി ഫ്രൈ ആക്കണം. അപ്പം ഇതിന് മുളക് പൊടി പാകത്തിന് 1/2 സ്പൂൺ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി നല്ലപോലെ ഫ്രൈ പോലെ ആക്കിയെടുക്കുക. അതാണ് ഇതിൻ്റെ ഗ്രേവി. തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് പൊങ്ങാൻ വെച്ചത് നല്ല പൊങ്ങി സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോരോ ബോളായിട്ട് എടുക്കാം. ഓരോ ബോളായിട്ട് എടുത്തിട്ട് ഓരോരോ ബോളാക്കി എടുക്കാം. ഇതിന് ആകെ 4 ബോളിനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇത് 1 ബോൾ ഉണ്ടാക്കി അതിലേക്ക് പരത്തി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് മിക്സ്ചർ അത് ഇതിലേക്ക് വെച്ച് ഉരുട്ടിയെടുക്കണം. ബണ്ണ് പോലെ ആക്കിയെടുക്കാം. ബണ്ണ് പോലെ ആക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇതിന് ഷേപ്പ് വേണമെങ്കിൽ ചെറിയ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് വെക്കാം. അപ്പോൾ 1 കപ്പ് മൈദാപ്പൊടി കൊണ്ട് 4 ബണ്ണിനുള്ളതാണ് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഓരോ ബണ്ണിനകത്തും ആ ബീഫ് മിക്സ് ചെയ്തത് ആ കൂട്ടും കൂടെ വെച്ചിട്ടാണ് ബോളാക്കി എടുക്കുന്നത്. ഇങ്ങനെ ബോളാക്കി എടുത്തത് ഓവനിൽ വെച്ച് അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് 1 നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒഴിച്ചാൽ മതി. അത് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബണ്ണ് അതിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു വശം ഇതാവുമ്പോൾ തിരിച്ചിട്ട് 2 വശവും തിരിച്ചും മറിച്ചിട്ട് റെഡ് കളറാവുമ്പോൾ കോരിയെടുക്കാം.
പിന്നെ ഒരു 2-3 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടും. ഇങ്ങനെ എടുത്താൽ ഇത് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുത്താണ്. എല്ലാവരും ഉണ്ടാക്കി